ചേട്ടത്തി എവിടെ പോയി? ഇവിടെ ഇരിക്കുക. എവിടെയൊക്കെ ഞാൻ നോക്കി. പിന്നെ ഞാൻ ഒരു ചുരിദാർ വാങ്ങിച്ചു. കൊള്ളാന്ന് നോക്കിയാണ്. ആ നോക്കട്ടെ. കൊള്ളാറേ, നല്ല രസമുണ്ട്. നീ ഇതെങ്ങനെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത്? കൊള്ളാം കേട്ടാ, നല്ല കളറ്. എനിക്ക് ഇതിലുള്ള ഒന്ന് വാങ്ങണം. ഇഷ്ടപ്പെട്ടല്ലേ? ചേട്ടത്തിക്ക് ഇഷ്ടപ്പെടോ ഇല്ലെന്ന് അറിയാത്തതാണ് ഞാൻ ഓർഡർ ചെയ്തത്. അല്ലെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഓർഡർ ചെയ്തണം. നമുക്ക് വാങ്ങിച്ചൊന്ന് നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ അടുത്തതും കൂടി ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എന്തായാലും ബുക്ക് ചെയ്യാമേ. അപ്പൊ നീ ഓർഡർ ചെയ്യാലാ? അപ്പൊ നീ ഓർഡർ ചെയ്തു. അപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. നമുക്ക് ഉമ്മാക്കും കൂടി ഒരു നൈറ്റ് വാങ്ങിച്ചാലാ? വേണം വേണം, ഉമ്മാക്കും ഒരു നൈറ്റ് വേണം. ചേട്ടത്തി അനിയത്തിയും കൂടി രാവിലെ എന്തോന്നൊരു ചർച്ച. പറഞ്ഞ നാട്ടെടുത്തില്ല ബാലത്തില്ല. ഒന്നുമില്ലമ്മ, ഓൺലൈനിന്നേ അവളെ ഒരു ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല കളറ്, എനിക്കിഷ്ടമായി. അപ്പൊ ഞാൻ പറയാം എനിക്കും കൂടി ഒന്ന് വാങ്ങിക്കണം. അപ്പൊ അവള് പറയണേ ഉമ്മാക്കും കൂടി ഒരു നൈറ്റ് എടുക്കാൻ. ഇപ്പൊ നല്ല ഓഫർ ഉണ്ട്. ഓ, എനിക്ക് നൈറ്റ് ഒന്നും വേണ്ട. കഴിഞ്ഞ മാസമല്ലേ നീ എനിക്ക് നൈറ്റ് വാങ്ങിച്ചത്? അത് ഞാൻ ഇട്ടതോലും ഇല്ല. ശരിയാ, ഉമ്മാക്കൊരു നൈറ്റ് വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അത് വരക്കി ഇട്ടിട്ടില്ല, അലമാരക്കകത്ത് പൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ ഇന്നീ വീട്ടിലൊരു സ്പെഷ്യൽ ഉണ്ടാക്കണുണ്ട് കേട്ടാ. ഒരാൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം. എന്തരായിരിക്കും പറഞ്ഞു? എനിക്ക് മനസ്സിലായി. മാർക്കറ്റിൽ പോയപ്പോഴേ എന്നെ അവിടെ സൈഡിൽ ഒതുക്കിയിട്ട് പോകണം ഞാൻ കണ്ടായിരുന്നു. എങ്ങോട്ടാണ് പോയതെന്നും കണ്ടായിരുന്നു. അന്ന് കൊഞ്ച് വാങ്ങിച്ചില്ലേ? ഞാൻ അറിഞ്ഞു. കൊഞ്ച് ബിരിയാണി ആയിരിക്കും. നീ അപ്പൊ കണ്ടുപിടിച്ചല്ലേ? ചുമ്മാ അല്ല, നീ ഇന്നലെ ഞാൻ മാർക്കറ്റിൽ നിന്നെ അവിടെ നിർത്തിയിട്ടല്ലേ പോയി, എന്നിട്ട് നീ കണ്ടുപിടിച്ചല്ലേ? എനിക്ക് കൊഞ്ച് ബിരിയാണി തന്നെ. നടക്കട്ടെ നടക്കട്ടെ. പഠിച്ചനെ, എന്റെ മക്കളെ എന്നും ഇതേപോലെ നല്ല മക്കളായിട്ട് ജീവിക്കണേ. പൊടിയടിച്ച നാശമായി. എന്തൊരു ചൂട് പൊടി. എന്തായാലും കൊള്ളാം. ചേട്ടത്തി, ഇതാരാ വരണേന്ന് നോക്കേ. വാ വാ. എന്തൊരു വെയില്. ഇതാരാണ് വരണത്? ഞാനും അവളെ കൂടി പറഞ്ഞോണ്ടിരിക്കുന്നു. ഇത്തായി കൊറേ നാളായാലും കണ്ടിട്ട്. വെക്കേഷന് പോലും ഇപ്പൊ വരാത്ത എന്തെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഇത്താടെ ഒരു വരവ്. ഓ, നിങ്ങളപ്പോ എന്നെ ഓർക്കൊക്കെ ചെയ്യുമല്ലേ? എന്തൊരു ചൂട്. ഇവിടുത്തെ കിണറ്റിൽ വെള്ളം കൊണ്ടോ? നന്നായി. ഇവിടെ വെള്ളം കുറവാണ് കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് ഇത്തിരി കിട്ടും, അത്രേ ഉള്ളൂ. അവിടെ വെള്ളമൊക്കെ കുറവ് തന്നെ. അതല്ലേ ഞാൻ ചാടി പിടിച്ച് ഇങ്ങോട്ട് വന്നു. ഓ ശരി ശരി, നീ വന്ന നിപ്പില് നിൽക്കാതെ ഇങ്ങോട്ട് കയറി പോരി. ഒന്നാമത് ചൂട്. ഇനി ഒരാഴ്ച എനിക്ക് റെസ്റ്റ്. പിന്നെ 2 പേരുണ്ടല്ലോ. ഞാനവിടെ ഒറ്റയ്ക്ക് ഇടുന്നല്ലേ കഷ്ടപ്പെടണം. ഇനി എനിക്കൊന്ന് ചോദിക്കണം. കൊള്ളാം. ഇവിടുത്തെ 2 പെൺമക്കളെ മനുഷ്യന്മാര് തന്നെയാണ്. അവർക്കും തളർച്ചയൊക്കെ ഉണ്ടാവും, നിന്നെ പോലെ തന്നെ. ഇനി അവരായിട്ട് മാട് പോലെ പണി ചെയ്യിപ്പിക്കണം. അതാണ് നമ്മളെ ഉദ്ദേശം. തള്ളക്ക് എത്ര പിടിച്ചില്ലെന്നൊന്നും മരുമക്കളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച കാര്യം പറഞ്ഞു. ഭയങ്കര ജോലിയിലാണല്ലോ. ഒരു പട തുണിയുണ്ടല്ലോ. എല്ലാരും തുണി നീ തന്നെ നനയ്ക്കാറ്? അങ്ങനെയൊന്നുമില്ല, ഞാനും അവളും കഴിയും. ഒരു കാര്യം ചെയ്തും കൂടി അങ്ങനെ നനച്ചേ. എനിക്കാണെങ്കിൽ നടുവിന് തീരെ വയ്യ. അതെ. വീണ്ടും കൊറേ തുണിയായിട്ട് ചെല്ലണല്ലോ ഇത്താ. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടൊന്നും ചെല്ലട്ടെ. കൊള്ളാം. ഇത്താരെ കൊറേ തുണിയും കൂടി കൊണ്ട് തന്നല്ലേ. ചേട്ടനെ മാറി ഞാനും കൂടി കഴുകാം. സാരില്ലടാ. പോയാ ചേട്ടൻ്റെ ഇത്താ? അതൊന്നും കുഴപ്പമില്ല, ഞാനിത് കഴുകാം. നീ പെട്ടെന്ന് അടുക്കളയിലോട്ട് ചെയ്യും, ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് വരാം. ഒരുപാട് തുണിയില്ലേ ഇത്താ, ഞാനും കൂടി ഒന്ന് സഹായിക്കാം. സാരില്ലടാ. ഞാനൊന്ന് അടുക്കളയിലോട്ട് പോയി എന്തെങ്കിലുമൊക്കെ ഒതുക്കിട്ട് വരാം.
ഞാൻ തുണി കൊണ്ടിട്ട പാടെ അനിയത്തി അങ്ങോട്ട് എത്തിയല്ലേ. ഓ, എന്തോരു സ്നേഹം. തണ്ടിനി എന്നെ കണ്ടിട്ടൊരു മഞ്ചോലിയില്ല സാധനം. ശരിയടി. ഞാൻ കോഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? ഓ, കുഴപ്പമില്ലല്ലേ. പിന്നെ ഞാൻ വിളിക്കാടി. ശരി. എന്തി കിട്ടാ ഇങ്ങോട്ട് ഫോൺ വിളിക്കായിരുന്ന? ഇതങ്ങോട്ട് ഇരിക്കാൻ ചോദിക്കട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ? അതെങ്ങനെയൊക്കെ പോണടി. പിന്നെ പിന്നെ ചേട്ടത്തി എന്ത് സഹായിക്കാറൊന്നുമില്ലേ? എല്ലാ ആഘോഷത്തിനും കൊണ്ട് തന്നെ എനിക്ക് ചെയ്യിപ്പിക്കണം. ഇല്ലല്ലോ. അല്ല, എല്ലാരും പറയാറേ, നാട്ടുകാരൊക്കെ പറയണ ഇവിടുത്തെ മൂത്ത കൊച്ചു കിടന്ന് മലമറിക്കണ പണി ചെയ്ത് താന്നോ എന്നൊക്കെയാണ് പറയണം. അയ്യോ പാവം കൊച്ചു, ഏത് സമയം നോക്കിയാലും പണി. പിന്നെ അവിടുത്തെ ഒരു ഇളയ സന്തതിയാണെങ്കിലാ ഏത് സമയം ഏതെങ്കിലും തവ കയറിയിരിക്കണതും കാണാൻ. എവിടെ അങ്ങനെയാണ് അപ്പുറത്തെ വീട്ടിലൊക്കെ പറയണെന്നാണ് ഒരു ശ്രുതി. ഇത്ത അങ്ങനെയൊന്നും പറയില്ല. ഞങ്ങൾ രണ്ടുപേരല്ലേ ഇവിടുത്തെ എല്ലാ പണികളും ചെയ്യണത്. നമുക്ക് ആരോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരാതിയും ഇല്ല. നീ പാവമാണ്, അതുകൊണ്ട് നീ അങ്ങനെ പറയൂ. ഈ നാട്ടുകാർ പറയണ സത്യമാണെന്നറിയാനേ ഞാൻ അപ്പുറത്തെ വീട്ടിലെ താത്ത ഇടയ്ക്കൊന്ന് വിളിച്ചായിരുന്നു. അവിടെ ഇടയ്ക്ക് പോയിട്ട് പറയൂ, മൊത്തം പണിയാ ആ പെണ്ണാണ് ചെയ്യണം, ചേട്ടത്തിയാണ് ചെയ്യണമെന്ന് അവള് തന്നെ പറഞ്ഞു. അവളെ കയ്യിൽ നിന്ന് തന്നെ കേട്ടെന്ന്. അപ്പുറത്തെ ആ ലൈലാത്ത എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ഇത്ത ഇതുവരെയ്ക്കും എൻ്റെ അടുത്ത് പണി ചെയ്തില്ല, അങ്ങനെ വെറുപ്പൊന്നും എന്നോട് കാട്ടിയിട്ടൊന്നുമില്ല. അങ്ങനെ ഇത്ത പറയുമെന്ന് എനിക്ക് തോന്നണില്ല. അവളെ നല്ല പിള്ള ചമയണതാണ്. ഉമ്മാരെ മുമ്പിലും ആളാവണമല്ല, പിന്നെ കെട്ടുവിന്റെ മുമ്പിലും ആളാവണം, അനിയന്റെ മുമ്പിലും ആളാവണം, നിന്നെ മോശക്കാരി ആക്കണം. എന്നാൽ നിന്റെ മുമ്പിൽ അവൾക്ക് നല്ലതും ആവണം. അതുകൊണ്ട് നിന്റെ അടുത്ത് അവൾ ഉള്ളത് പറയൂ. അവള് നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് നടക്കും. പിന്നെ ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടി കുറച്ച് കാട്ടിക്കൂട്ടലുകളും കാണിക്കും. നീ ഒരു പാവം. ഇത്രയൊക്കെ പറയാനുള്ളൂ. നീ കണ്ടും കേട്ടും കാര്യം പോലെയൊക്കെ ചെയ്യും. ഉമ്മ വിളിക്കണമെന്ന് തോന്നുന്നു, അങ്ങനെ ചെല്ലട്ടെ കേട്ടാ. അങ്ങനെ പറയും. ചേട്ടത്തി മാറി, ഞാൻ ആ പാത്രം കൂടി കഴിയും. ഇനി ഈ പാത്രം കൂടി ഉള്ളൂ, ബാക്കിയുള്ള പാത്രങ്ങൾ ഞാൻ കഴുകി വെച്ചു. എന്നെയും കൂടി വിളിച്ചുകൂടായിരുന്നോ? എനിക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ, നിനക്കറിയാലോ. കഴിഞ്ഞ് ചേട്ടത്തി ഇങ്ങ് തന്നെ, ഞാൻ തൂത്തുവാരാന്നേ. ഇത് കുറച്ചല്ലേ ഉള്ളൂ, അത് കൂടി ഞാനങ്ങ് തൂത്തുവാരാം. ബാക്കി ഈ പണിയും കൂടിയല്ലേ ഉള്ളൂ. പണി കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഇരിക്കാലോ കുറച്ചു നേരം. ശരിയാ, ആലോചിച്ചിട്ട് ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ അത് ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം, ഇത് ചെയ്യണ്ട. ഇനി ഇത്ത പറഞ്ഞതുപോലെ നല്ല കൊച്ചാവണതാണ്. എന്നെ ഒന്നിനും കൊള്ളാത്തവളാക്കണമെന്നാണ്. ആയിരിക്കും. ഞാൻ അല്ലെങ്കിൽ ഒരു മണ്ടിയാണല്ലോ, ഒന്നും മനസ്സിലാക്കാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ വിട്ടാൻ പറ്റൂലല്ലോ. പിന്നെ ഞാൻ കണ്ണും കേട്ട് ശ്രദ്ധിച്ചിരിക്കാം, അല്ലെങ്കിൽ നാട്ടുകാരെ കൊണ്ട് എന്നെ പറയിപ്പിക്കും. ഇട്ടന്ന് നമുക്ക് മുട്ടക്കോസ് തോരൻ വെക്കാം. എന്താടാ നോക്കണേ? തോരൻ വെക്കാനാ? ഇന്ന് തോരൻ വേണ്ട, ഞാനേ വെണ്ടയ്ക്ക അരിഞ്ഞത് വെക്കുകയും ചെയ്തു. നമുക്ക് നാളെ തോരൻ വെക്കാം. ശരി. അപ്പൊ എന്റെ തീരുമാനങ്ങൾക്ക് ഇവിടെ ഒരു വിലയില്ലല്ലേ? നിങ്ങൾ തന്നെ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്, നിങ്ങൾ തന്നെ അത് നടപ്പിലാക്കും. കൊള്ളാം. ഞാനപ്പോ ഇവിടുത്തെ ആര്? അല്ല, ഇതെന്താ നീ ഇങ്ങനെയൊക്കെ പറയണത്? ഇതുവരെ നീ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ എന്താ സംസാരത്തിനൊക്കെ ഒരു മാറ്റം പോലെ? അല്ലെങ്കിൽ ഞാനൊരു പൊട്ടത്തിയാണ്, ഇതുവരെയ്ക്കും കഥയറിയാതെ ആട്ടം കണ്ടോണ്ടിരുന്നതാണ്. കിട്ടിയോ? നീ എന്തൊക്കെയാണ് കൊച്ചേ പറയണത്? പിന്നെ എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട.
ഇത് നോക്കടി, നിന്റെ അതേ സെയിം കളർ തന്നെ എനിക്ക് കിട്ടി. കൊള്ളാവുന്നതൊക്കെയാണ്. കൊള്ളാങ്കിൽ നീ ഇടണം. എന്റെ അടുത്ത് എന്തിനു കാണിക്കുന്ന? എന്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല. ചക്കരയാണല്ലേ എന്നാണ് തോന്നുന്നു. അല്ല മോളെ, എന്താ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കണത്? എന്തു പറ്റി? അല്ല അമ്മ, അനിയത്തിക്ക് ഇപ്പൊ 2-3 ദിവസം കൊണ്ട് എന്തോ എന്നോടൊരു ദേഷ്യം പോലെ. അവൻ എന്തൊക്കെയോ പറയണേ, എനിക്കൊന്നും മനസ്സിലാവണതുമില്ല. എനിക്ക് തോന്നി നിങ്ങളുടെ ഇടയിൽ എന്തോ പോയെന്നുണ്ടെന്ന്. ഉമ്മ ചോദിക്കട്ടെ കേട്ടോ, അമ്മോളെ വിഷമിക്കാതിരി. മോളെ എന്താ നോക്ക് നോക്ക്, ഇത്ത പറഞ്ഞ സത്യം തന്നെയെന്ന് നോക്ക്. ഇതോ തള്ളേടത്ത് എന്തോ എരിയൊക്കെ കയറ്റി കൊടുക്കണം. വേണ്ട, ഇപ്പൊ നിന്റെ അടുത്ത് ചോദിക്കാനായിട്ട് വരും. ഇല്ലെങ്കിൽ നീ നോക്കങ്ങോട്ട്. ഇപ്പോഴെങ്കിലും ഇത്ത പറഞ്ഞ വിശ്വാസമായില്ല മോക്ക്. നീ കണ്ണും കെട്ടൊക്കെ ചെയ്തോ, എനിക്ക് എത്ര പറയാനുണ്ട്. ഇത്ത പറഞ്ഞത് ശരിയാണ്. ഇത്രയും നാൾ ഞാൻ എന്റെ കൂടപ്പിറപ്പിന് പോലെയാണ് കണ്ടത്. കേക്കണുണ്ട്. കനാല് കത്തിത്തുടങ്ങി. മോളെ. ആ ഉമ്മ. ഇരിക്കാം നമുക്ക്. എന്താ അമ്മ? അല്ല മക്കളെ, നീയും ഈ ചേട്ടത്തിയും തമ്മിൽ എന്താണ് ഒരു പ്രശ്നം? ഞാൻ കുറേ ദിവസമായിട്ട് നോക്കിയത്. നിങ്ങൾ അവിടെ മറ്റോള് വന്നതിന് ശേഷം നിങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയില്ലല്ലോ, അടിപോലെ തോന്നണല്ലോ. നിങ്ങൾ തമ്മിൽ ഇരിക്കുന്നത് പോലും ഉമ്മ കാണാനില്ല. ഉമ്മക്ക് വല്ലാണ്ട് സങ്കടം വരണുണ്ട് കേട്ടാ. നിന്റെ ചേട്ടത്തേക്ക് വല്ലാണ്ട് സങ്കടം വരണുണ്ട്. എനിക്കത് കാണുമ്പോ സങ്കടം വരണം വെച്ചേ. എന്താണ് പ്രശ്നം നിങ്ങൾ തമ്മിൽ? അപ്പൊ ഉമ്മാക്ക് അവളെ വിഷമം മാത്രമേ അറിയൂ. നാട്ടുകാരുടെ അടുത്ത് എന്നെ കുറിച്ച് എന്തൊക്കെയാണ് പറയണെന്ന് ഉമ്മാക്ക് അറിയാമോ? അവളെന്ത് പറയണെന്ന്? എന്താണെന്ന് അറിയണോ? അവളാണ് ഈ വീട്ടിലെ സകല പണികളും ചെയ്യണത്. ഞാനും ഉമ്മായും വെറുതെ ഇവിടെ കയറി ഇരിക്കുന്നു. ഉമ്മായി പറയല്ല, എന്നാ ഞാനിവിടെ വെറുതെ മടിച്ചായിട്ടിരിക്കുകയാണ്. അവളാണ് ഇവിടുത്തെ എല്ലാ ജോലിയും ചെയ്യണത്. അവള് പാവമാണ്, ബാക്കിയുള്ളവരൊക്കെ ക്രൂരത്തെയാണ് എന്നൊക്കെയാണ് പറഞ്ഞു വർത്തിയിരിക്കുന്നത്. ചേച്ചേ, അവൾ അങ്ങനെയൊന്നും പറയൂല കുഞ്ഞെ. നിന്റെ വെറും തോന്നലാണ് ഇതൊക്കെ. തന്നെ എല്ലാം എന്റെ തോന്നലാണ്. ഉമ്മായി അവളെ കൂടെയാണ്, എന്റെ കൂടെ ആരുമില്ല. പഠിച്ചോനെ, എങ്ങനെ കഴിഞ്ഞിരുന്ന പിള്ളേരാണ്. ഇവിടെ ഉള്ളവരെല്ലാരും അസൂയയോടെ നോക്കിയിരുന്ന മക്കളാണ്. ഇപ്പൊ രണ്ടും രണ്ട് വഴിക്ക്. എന്റെ ഒരു കുത്തക്കെട്ട സന്തതി കയറി വന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഇവിടെ എന്തെങ്കിലും പൊട്ടിച്ചിട്ടേ പോവോളെന്ന്. ഇപ്പൊ എങ്ങനെ പരിഹരിക്കും? മരുമോനൊന്ന് വിളിച്ചു പറ. ഹലോ മോനെ. ഞാൻ ഉമ്മാണ്. അവക്ക് ഇവിടെ സുഖമൊക്കെ തന്നെ. മോനറിയാല്ലേ എന്തെങ്കിലും വേലത്തരം കാണിക്കുമെന്ന്. അവളിവിടെ വന്നേല് പിന്നെ ഇവിടുത്തെ 2 പെണ്ണുങ്ങൾ തമ്മിൽ മുഖത്തോട് മോൻ നോട്ടുള്ള മക്കളെ. എനിക്കെല്ലാം അറിയാം. എന്റെ കൊച്ചിന് മോളായി പോയില്ലേ, കാര്യം കൊണ്ട് തള്ളാനൊന്നും പറ്റൂലല്ലോ. അവിടുത്തെ പുകിലൊക്കെ എനിക്കറിയാം. മോന്റെ ഉമ്മായേയും അനിയത്തെയും ഒക്കെ തമ്മിൽ മാറ്റിയിരുന്നു. പിന്നെ മക്കള് സെപ്പറേറ്റ് പിന്നീട് താമസിച്ചാലും ഒക്കെ ഉമ്മാക്ക് അറിയാം. അതുകൊണ്ടല്ലേ ഉമ്മ എപ്പോഴും മോന്റെ കൂടെ നിക്കണത്. എന്തൊരു ചെയ്യാം മക്കളെ, ഒന്നാലെ നിവർത്തിയിലൊരു വല്ലാത്ത സ്വഭാവം പിടിച്ച പെണ്ണാണത്. നീ ഒരു കാര്യം ചെയ്യ മോനെ, നീ വന്നിട്ട് അവളെ കൂട്ടി, നിന്നെ കൊണ്ടേ അവളെ നിലയ്ക്ക് നിർത്താൻ പറ്റുള്ളൂ. നീ വന്ന് അതിനെ കൂട്ടിക്കൊണ്ട് പോ, അല്ലാതെ ശരിയാവൂല. ശരി മക്കളെ. ഒരു ഉമ്മാരെ ഗതികേടാണ്. സ്വന്തം മോളെ മാനസിക വൈകല്യം എന്ന് പറയാം, അല്ലാതെ എന്തോന്ന് പറയും. അവക്ക് ആരും സന്തോഷിച്ചിരിക്കുന്ന ഇഷ്ടമല്ലോ മക്കളെ. അപ്പോഴവരെ തമ്മിൽ തെറ്റിക്കണം. ഒരു വല്ലാത്ത ജന്മം തന്നെ. നോക്കിയേ,
നിനക്ക് ഇക്കായേ ഒരു ഫ്രണ്ട് വന്നപ്പം എൻ്റെ അടുത്ത് കുറെ നാളായിട്ട് പറഞ്ഞു നിനക്കൊരു ഗിഫ്റ്റ് തരണമെന്ന്. ഇപ്പോഴാണത് പറ്റിയത്. എന്നാ നോക്കിയാ കൊള്ളാവുന്ന്. എനിക്കൊന്നും വേണ്ട, ഇനി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനല്ലേ. ചേട്ടനാണ് അനിയന്റെ ഭാര്യയുടെ ചെലവെല്ലാം നോക്കണേന്ന്. ഞാനെന്തിനാ ഇനി അങ്ങനെ പറയിപ്പിക്കുന്നത്? എന്തോന്നാണ് നീ ഇങ്ങനെയൊക്കെ പറയണത്? ഇത്രയും നാളെ നമ്മൾ രണ്ടുപേരും ഇങ്ങനെയാണോ ഈ വീട്ടിൽ കഴിഞ്ഞത്? നീയൊക്കെ ഇപ്പൊ എന്നോട് എന്തോന്നാണ് ഇത്ര ദേഷ്യം? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അങ്ങനെ ഇപ്പൊ നിങ്ങൾ ആളാവണ്ട. എന്താ നടി ഇങ്ങനെയൊക്കെ? ഇത്രയും നാളെ നമ്മൾ രണ്ടുപേരും ഇങ്ങനെയൊക്കെ ആയിരുന്ന? അനിയ എനിക്കും ഗിഫ്റ്റ് വാങ്ങി തരാറില്ലേ? അതുപോലെ ഈ കൈ ഇത്തവണ നിനക്ക് വാങ്ങി തന്നു, അത്രേ ഉള്ളൂ. അതിന് നീ ഇങ്ങനെയൊക്കെ പറയണ എന്തിനാണ്? അല്ല, ചേട്ടത്തി അനിയത്തിയും കൂടി എന്തോന്ന് ഒരു വർത്തമാനം? ഒന്നുമില്ലട്ടാ, ഒരു ഫോണ് അവർക്ക് വാങ്ങിക്കൊടുത്തതായിരുന്നു. കയ്യിൽ എന്തോന്ന് കൊള്ളാലോ, നോക്കിട്ട്. അടിപൊളിയാണല്ലോ ഫോണ്. വിവോ ഇതാർക്ക് കൊണ്ടുവന്നത്? നിനക്കാ? അല്ലെങ്കിലും ചേട്ടൻ ആനിയന്റെ ഭാര്യയുടെ അടുത്ത് ഒരു കൂറാണെന്നാണ് ജനസംസാരം. ഒരു കാര്യം ചെയ്യും, ഇത് ഞാനങ്ങ് എടുത്തേക്കാം. ഇനി നിങ്ങൾ തമ്മിൽ തർക്കമൊന്നും വേണ്ട. അതേപോലെ എന്തിനാ നാട്ടുകാർ പറയണ? വീട്ടുകാരെ തന്നെ പറഞ്ഞു തുടങ്ങി. ഞാനിനി ഒരു നിമിഷം ഇവിടെ നിൽക്കണില്ല. ഞാൻ എന്റെ വീട്ടിൽ പോവേണ്. പ്ലാൻ വർക്കൗട്ട് ആവണുണ്ട്. ഒന്നും അറിയാത്ത പോലെ നിൽക്കണായിരിക്കും നല്ലത്. ഈ കൊച്ചെന്തുമ്മാ അവിടുത്തെ പെട്ടിയൊക്കെ പറക്കിക്കൊണ്ട് വരണുമ്മ. ഞാൻ പോവേനല്ല. ആരും അല്ലാത്ത ഈ വീട്ടിൽ എനിക്കിനെ ജീവിക്കാൻ പോയാ. അല്ലോ, നീ പെട്ടിയും കിടക്കെടുത്തോണ്ട് എങ്ങോട്ട് പോണ വെച്ചേ? ഞാൻ എന്റെ ഭർത്താവിന്റെ ചെലവില് ഞാൻ എന്റെ വീട്ടിൽ നിന്നോളാം, അതാണ് നല്ലത്. എനിക്ക് വയ്യേ ഇതിന്റെ അടുത്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ. നിസാര കാര്യങ്ങൾക്കാണ് നീ നിങ്ങളെ രണ്ടുപേരും ഇങ്ങനെ അടി ഉണ്ടാക്കി അങ്ങോട്ട് പോണത്. നിങ്ങൾ മിണ്ടായി അവിടെ പോണെങ്കിൽ പോട്ട്. അല്ലെങ്കിൽ ഈ ചേട്ടാനിയന്മാരെ ഭാര്യമാരെ ഒത്തു നിൽക്കണം അത്ര നല്ലതൊന്നുമില്ല. രണ്ടും അടിയും ബഹളവും. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഒരേ കണക്കിന് രണ്ടറ്റത്ത് നിൽക്കണേന്ന് കണ്ടു. ഇങ്ങോട്ടെന്നാ ഇത്താടെ ഹസ്ബൻഡ് പറഞ്ഞത്. അവൻ വന്നാ ഇനി ഇവിടെ ചിലതൊക്കെ നടക്കും. അല്ല, ഇക്ക എന്ത് വന്നാ? അവരുടെ കുടുംബം കലക്കി നീ പ്രത്യേകിച്ച നീ ഇവിടെ നീ കുടുംബം കലക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു കൂടെ ഇക്കാക്കൊണ്ട് മക്കൾ പോയി വണ്ടി കയറി പോ. എന്റെ ബാഗൊക്കെ ഞാൻ അങ്ങോട്ട് എടുപ്പിച്ചോളാം. വണ്ടി കയറി പോയി. സോറി ചേട്ടത്തി, പെട്ടെന്ന് ഇതൊക്കെ കേട്ടപ്പോ ഞാൻ സത്യം ഉണ്ടെന്ന് തോന്നിപ്പോയി. എനിക്ക് സാരല്ലടി പോട്ട്. എന്നാലും എനിക്ക് നല്ല വിഷമായി. എന്റെ മോളൊക്കെ തന്നെ, അവർക്ക് അസൂയാണ് മക്കളെ നിങ്ങളുടെ അടുത്ത്, അല്ലാതെ വേറൊന്നുമില്ല. നിങ്ങളെ രണ്ടുപേരെ സ്നേഹം അവർക്ക് കിട്ടാതാവുമ്പോൾ ഉള്ള ഒരു ചെറിയ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. മക്കളെ എൻ്റെ മോളോട് ക്ഷമിച്ചേക്കണേ. എന്ത് ചെയ്യാം മക്കളെ, ഇങ്ങനെ ഒരു കൊച്ചായിപ്പോയി എനിക്ക്. ഇനിയെങ്കിലും ആരെങ്കിലും വാക്ക് കേട്ടിട്ട് നിങ്ങൾ തമ്മിൽ കലഹിക്കാൻ നിൽക്കരുതേ മക്കളെ. എന്തിനാണ് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. അപ്പൊ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് അങ്ങ് മാറും. വെറുതെ ഈ ഉമ്മായി വെറുതെ സങ്കടപ്പെടുത്തല്ലേ മക്കളെ. എന്നും ഇതേപോലെ ഒത്തൊരുമയോടെ ഐക്യത്തോടെ മുന്നോട്ട് പോകണം. കൂടുമ്പോ ഇമ്പമുള്ളതാണ് കുടുംബം. നമ്മളെല്ലാരും ഒത്തു നിന്നാലേ നമ്മളെ കുടുംബം നല്ല സന്തോഷത്തോടെ മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ രണ്ടുപേരും പറഞ്ഞാൽ മനസ്സിലാക്കുമല്ലോ. ഈ കുട്ടി കുറുമ്പിക്കാണ് അടി കൊടുക്കേണ്ടത്. നിസ്സാര കാര്യങ്ങൾ കേൾക്കുമ്പോ ഓട്ടനെ എടുത്തങ്ങ് ചാടിക്കോളൂ കള്ളി.